തയ്ക്കുമ്പോൾ എല്ലാവർക്കും പൊതുവെയുള്ള ഒരു കംപ്ലൈൻ്റാണ് ഷോൾഡർ ഇറങ്ങിപ്പോവുക. അപ്പോൾ ഇത് ക്രോസ് ബ്ലൗസാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ സാധാരണ ഈ സ്ലീവിൻ്റെ ഭാഗത്തേക്കാണ് സ്ലോപ്പ് കൊടുക്കുക. അപ്പോൾ ബ്ലൗസ് ഇറങ്ങി പോവുകയാണെങ്കിൽ അത് നമുക്ക് ഓപ്പോസിറ്റ് വേണമെങ്കിലും കൊടുക്കാം. ഒന്ന് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ മെയിൻ ടക്കിൻ്റെ ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള അകലം കറക്റ്റ് ചെയ്യുക. അതാണ് പ്രധാനപ്പെട്ടത്. ക്രോസ് ബ്ലൗസ് ആകുമ്പോൾ എപ്പോഴും നമ്മളൊരു 4 ഇഞ്ച് കുറച്ച് വെച്ചാൽ മതി. പിന്നെ അതേപോലെ കഴുത്ത് അടിക്കുമ്പോൾ എല്ലാവർക്കും പ്രശ്നമുള്ളത് ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുത്ത് നമ്മൾ ധാരാളം വലിക്കും. അപ്പോൾ ഈ ക്രോസ് കട്ടിങ് വരുമ്പോൾ ഒരിക്കലും ഈ കഴുത്തിൻ്റെ പീസ് വലിക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് ലൂസ് കൊടുക്കുക. പൈപ്പിംഗ് കൊടുക്കുന്ന പീസ് അല്പം വലിച്ചാലും കുഴപ്പമില്ല. ഇത് അധികം വലിയാതിരിക്കാൻ വേറൊരു ഐഡിയ ഉണ്ട്. ചെറിയ സ്റ്റിച്ചിൽ ഇവിടെ നിന്ന് ഇതുവരെ. ഇനി ബ്ലൗസ് ആകുമ്പോൾ നമ്മൾ ഒരു തയ്യൽ ഇവിടെ ഇടും. അപ്പോൾ സിംഗിൾ ബ്ലൗസ് ആകുമ്പോൾ ഇവിടെ നിന്ന് ഇതുവരേക്കും ഒരു തയ്യലിടുക. ഒരു ചെറിയ തയ്യലിട്ടാൽ മതി. വേണമെങ്കിൽ ഒരു വിരൽ ഇതുപോലെ ബാക്കിൽ വയ്ക്കാം. ഇതേപോലെ ഇവിടെയും തയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ പൈപ്പിംഗ് തയ്ച്ചെടുക്കാം. അതേപോലെ ക്രോസ് പീസ് 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് നീളമില്ലെങ്കിൽ ജോയിൻറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു 4 ഇഞ്ച് വീതിയിൽ ഇവിടെ നിന്ന് തയ്ച്ചെടുക്കുക. ഇനി ഇതേപോലെ ഈ ബെൻഡ് വരുന്നിടത്ത് മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഈ എൻഡ് ഒന്ന് മടക്കുക. എന്നിട്ട് വീണ്ടും മടക്കുക. ഒരു 4 ഇഞ്ച് വീതിയിൽ മേൽത്തയിലിട്ടെടുക്കുക. അപ്പോൾ ഇതേപോലെ ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോൾ കഴുത്ത് ഒട്ടും പൊങ്ങി വരാതെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവർ അത് കയറി കാണുക.